കേരളത്തില് സ്വപ്ന, കന്നഡയില് രമ്യ, അയല് നാടുകളില് സ്വർണ്ണക്കടത്തിന് ഒരേ മുഖം. കന്നഡ നടി രമ്യ റാവു ഒരു വർഷം നടത്തിയത് 27 ദുബായ് യാത്രകള്, വിമാനത്താവളത്തിലെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്ന് സംശയം. കേരളത്തെ ഞെട്ടിച്ചത് സ്വപ്ന സുരേഷ്. ഇപ്പോൾ കർണാടകയെ ഞെട്ടിക്കുന്നത് രമ്യ റാവു. സർക്കാർ സംവിധാനങ്ങളുടെ മറവില് സ്വർണ്ണക്കടത്തിലൂടെ പണമുണ്ടാക്കാന് ശ്രമിച്ചു പിടിയിലായ രണ്ടുപേര്. സ്വപ്ന സുരേഷ് കേസുകളുമായി കോടതി കയറിയിറങ്ങുമ്പോള് രമ്യയെ കാത്തിരിക്കുന്നത് കടുത്ത നിയമ നടപടികളാണ്. കർണാടകയില് DGP റാങ്കിലുള്ള IPS ഓഫീസറുടെ മകളും കന്നഡ നടിയുമായ രമ്യ റാവുവിനെ 14.58 കോടി രൂപ വിലമതിക്കുന്ന 14 കിലോ സ്വർണവുമായാണ് ബംഗളൂരു വിമാനത്താവളത്തിലെ ഡ്യാരി അറസ്റ്റ് ചെയ്തത്. സർക്കാർ തലത്തിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് യുവതി സ്വർണ്ണക്കടത്ത് നടത്തിവന്നതെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. തനിക്ക് ഇതേക്കുറിച്ച് ഒന്നുമറിയില്ലെന്നാണ് രമ്യയുടെ രണ്ടാനച്ഛനായ IPS ഓഫീസർ മാധ്യമങ്ങളോട് പറയുന്നത്. നിരന്തരം ദുബായ് യാത്രകള്. 33-കാരിയായ രമ്യ കഴിഞ്ഞ വർഷം ദുബൈയിൽ പോയി വന്നത് 27 തവണയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 4 തവണ യാത്ര. നിരന്തരമായ ഈ യാത്രകളാണ് രമ്യയെക്കുറിച്ച് സംശയിക്കാൻ കാരണമായത്. ഡ്യാരി കുരുക്കിട്ടതോടെ തിങ്കളാഴ്ച ദുബൈയിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനത്തില് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ യുവതി പിടിയിലായി. കൈവശമുണ്ടായിരുന്നത് ആഭരണ രൂപത്തിലും സ്വർണ്ണക്കട്ടികളുമായി 14 കിലോ സ്വർണം. ആഭരണങ്ങൾ ധരിച്ചും കട്ടികള് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചുമാണ് രമ്യ ദുബൈയിൽ നിന്ന് എത്തിയത്. നടിയുടെ വീട് പരിശോധിച്ച ഡ്യാരി സ്വർണവും പണവും പിടിച്ചെടുത്തു. 2.06 കോടി വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും 2.67 കോടിയുടെ ഇന്ത്യൻ കറൻസികളുമാണ് വീട്ടിൽ കണ്ടെത്തിയത്. കമ്മീഷനായി ലക്ഷങ്ങള്. സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് രമ്യയെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഉയർന്ന കമ്മീഷന് കൈപ്പറ്റിയാണ് കള്ളക്കടത്ത്. 1 കിലോ സ്വർണം ദുബൈയിൽ നിന്ന് ബംഗളൂരുവിൽ എത്തിച്ചാല് 4 മുതൽ 5 ലക്ഷം വരെ കമ്മീഷന് കൈപ്പറ്റുന്നതായാണ് ഡ്യാരിക്ക് ലഭിച്ച വിവരം. വിമാനത്താവളത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് രമ്യ സ്വർണ്ണക്കടത്ത് നടത്തിയതെന്നും സംശയിക്കുന്നുണ്ട്. മാർച്ച് 18 വരെ യുവതിയെ പ്രത്യേക കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ആരാണ് രമ്യ റാവു? കർണാടകയിലെ ചിക്മംഗളൂരു സ്വദേശിനിയായ രമ്യ ബംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം സിനിമാ രംഗത്തെത്തി. 2014 കന്നഡ സൂപ്പർ സ്റ്റാർ സുദീപിന്റെ നായികയായി